നമസ്കാരം. പ്രീമിയർ ലീഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കരബാവ് കപ്പ് ക്വാർട്ടർ ഫൈനൽ ആർസണൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്. എത്ര പേര് ഈ കളി ലൈവ് കണ്ടുവെന്ന് അറിയില്ല. കാരണം നാട്ടിൽ ഈ കളിയുടെ സമയത്ത് എന്ന് പറയുന്നത് ഒരു പുലർച്ചെ 4 മണിക്ക് ഉണ്ടാവും കളി കഴിയുമ്പോൾ. ടഫാണ്. അത്ര രാത്രി കാത്തിരുന്നിട്ട് പെനാൽറ്റിയിലേക്ക് പോയിട്ട് ഈ തോന്നില്ല എങ്ങനെയാണ് മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് കഴിഞ്ഞിട്ട്. എന്തായാലും ഒരു ടഫ് മാച്ച് കളി നമ്മൾ ജയിച്ചു. പക്ഷേ മൈൻഡ് ശരിക്കും ഹെവി ആയിപ്പോയ മാച്ചാണ്. സ്കോർ ലൈൻ ബേസിക്കലി ആഫ്റ്റർ 90 മിനിറ്റ്സ് ആർസണൽ 1 ക്രിസ്റ്റൽ പാലസ് 1 ആണ്. പെനാൽറ്റിയിൽ ആർസണൽ 8-7 ജയിച്ചു. അപ്പോൾ കിഡിലും പെനാൽറ്റീസ് ആയിരുന്നു രണ്ട് ടീമിൻ്റെയും. ലാസ്റ്റിലത്തെ ആരെങ്കിലും ഒരാളുടെ മിസ്സാവണം, അത് നമ്മുടെ ഭാഗ്യത്തിന് ക്രിസ്റ്റൽ പാലസിൻ്റെ ആയിപ്പോയി. ഈ മാച്ചിന് മുമ്പ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കരബാവ് കപ്പാണെങ്കിലും ആർസണലിന് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. കഴിഞ്ഞ സീസണിൽ ആർസണലിൽ സെമിയിൽ ന്യൂ കാസലിനോട് തോറ്റാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 കളിയും ആർസണലിൽ തോറ്റുണ്ടായിരുന്നു. 2 ലെഗ് സെമിഫൈനലാണ് 2 തോറ്റുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ലീഗിൽ പ്രഷറുണ്ട്. അതായത് ടോപ്പിലാണ് നിൽക്കുന്നത് ക്രിസ്മസിന്. പക്ഷേ തൊട്ട് പിന്നിൽ സിറ്റി ഉണ്ട്, ആസ്റ്റൺ വില്ല ഉണ്ട്. സിറ്റിയായിട്ട് 2 പോയിൻറ്റും ആസ്റ്റൺ വില്ലയായിട്ട് 3 പോയിൻ്റ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രഷറുണ്ട് ലീഗിൽ. ഗോൾസ് ആണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾസ് ആയിട്ടുള്ള കളിയിൽ രണ്ട് ഓൺ ഗോളിലാണ് ആർസണൽ ജയിച്ചത്. എവർട്ടനായിട്ടുള്ള കളിയിൽ 1 ഗോള്, അത് ഒരു പെനാൽറ്റി ഗോളിലാണ് ജയിച്ചത്. അപ്പോൾ ഈ കളിയിലും ആർസണൽ ബേസിക്കലി സ്കോർ ചെയ്തിട്ടില്ല. ഇത് ഒരു ഓൺ ഗോളിലാണ് ഈ കളിയും ജയിച്ചത്. അപ്പോൾ ആർട്ടറ്റയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് എക്സ്പെരിമെൻ്റ് മാച്ചല്ല. ബേസിക്കലി ഇത് കൺട്രോൾ ചെയ്യാനുള്ള മാച്ച് തന്നെയായിട്ടാണ് പുള്ളിക്കാരൻ ടീമിനെ ഇറക്കിയിരിക്കുന്നത്. പിന്നെ എന്തായാലും റൊട്ടേഷൻ ചെയ്യാണ്ട് പറ്റില്ല. കാരണം ഇത്രയും കളികൾ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീമിൽ ഒരു എന്താ പറയുക, ടീമിന് റെസ്റ്റ് വേണം. ബാക്കിയുള്ള പ്ലെയേഴ്സിന് നല്ല എന്താ പറയുക മാച്ച് ഫിറ്റ്നസ് വേണം തന്നെ. അപ്പോൾ അവർക്ക് ചാൻസ് കൊടുക്കണം. എൻ്റെ ഒരേ ഒരു ഇത് ആർട്ടറ്റ ഇതിൽ ന്യൂനേരിക്ക് ചാൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ന്യൂനേരി കളിക്കുന്നില്ല ഇപ്പോൾ, തീരെ കളി കിട്ടുന്നില്ല പുള്ളിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ന്യൂനേരി ഇനി കളി കിട്ടാണ്ടാകുമ്പോൾ വേറെ ടീമിലേക്ക് പോവുമോ എന്നുള്ളതാണ് ഇഷ്യൂ വരാൻ പോണത്. പിന്നെ വേറെ എന്താണെന്നുണ്ടെങ്കിൽ പെപ്പ് ഗാർഡിയോള എല്ലാ സീസണിലും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ ഒരു പ്ലെയറിനെ അങ്ങനെ അങ്ങോട്ട് കളിപ്പിക്കാണ്ട് സെക്കൻഡ് ഹാഫിൽ ആ പ്ലെയറിനെ ഇറക്കിയിട്ട് ആ പ്ലെയർ നല്ല ഫോമിൽ കളിക്കുകയും ചെയ്യും സിറ്റിക്ക് വേണ്ടിയിട്ട്. അതാണ് സിറ്റിക്ക് സെക്കൻഡ് ഹാഫിൽ ഒരു റൺ ഉണ്ടാവാറുള്ളത്. അതേപോലെ എങ്ങനെ ന്യൂനേരിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഗംഭീരമായി. പാലസ് പക്ഷേ ടിപ്പിക്കൽ പാലസ് അപ്രോച്ച് തന്നെയായിരുന്നു. ഡീപ് ബ്ലോക്ക്, ഫിസിക്കൽ മിഡ്ഫീൽഡ്, സെറ്റ് പീസിൽ ഹോപ്പ് വെച്ചിട്ട് മറ്റേ തന്നെയാണ് അവരുടെ ഫോർവേഡ് ഉണ്ടായിരുന്നത്. പിന്നെ എൻകെട്ടിയ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫിങ്ങിൽ. ഫ്രണ്ട് ത്രീയിൽ എൻകെട്ടിയും പീനോ ഉണ്ടായിരുന്നു. ഇസ്മായിൽ സാർ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് പോയി. അത് കാരണം ഇത് സാറൊരു വളരെ ഡിഫിക്കൽട്ട് പ്ലെയറാണ്. എന്താ പറയുക, മാർക്ക് ചെയ്യാനും ഇതായിട്ട്. കാരണം നല്ല ക്വിക്കാണ്, അത്യാവശ്യം ഡ്രിബ്ലിംഗ് എബിലിറ്റിക്കുള്ള ഒരു പ്ലെയറാണ് സാർ. അപ്പോൾ സാറില്ലാത്തത് ആർസണലിനെ സംബന്ധിച്ച് വെരി ഗുഡ്. ആർസണലിനെ പറയുമ്പോൾ ആർസണലിൻ്റെ ഡിഫൻസിൽ വേറെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹിൻകാപ്പി ഉണ്ടായിരുന്നില്ല, പിന്നെ ഗബ്രിയേൽ പരിക്ക്, അപ്പോൾ ആർസണലിന് ബെൻ വൈറ്റിനെ പരിക്ക്. ആർസണലിന് ഈ 4 പേരെ തന്നെ വെച്ചിട്ട് ഫുൾ 90 മിനിറ്റ്സ് കളിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഭാഗ്യത്തിന് നത്തിങ് ഹാപ്പൻ ഫോർ എനി വൺ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഗംഭീര കളി കളിച്ചു ആർസണൽ. ശരിക്കും ആർസണലിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ആർസണലിൻ്റെ ഡോമിനൻസ് ക്ലിയർ ആയിരുന്നു. പൊസഷനും ടെറിട്ടറിയും ടെമ്പോവും എല്ലാം ആർസണലിനായിരുന്നു. പക്ഷേ ഫെമിലിയർ പ്രോബ്ലം, അതായത് ഫൈനൽ തേർഡിൽ ഷാർപ്നെസ് തീരില്ല. മാർട്ടിനെല്ലി ഫസ്റ്റ് ഹാഫിൽ അടുത്ത കാലത്ത് മാർട്ടിനെല്ലിയുടെ കണ്ട ഏറ്റവും വലിയ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു മാർട്ടിനെല്ലിയുടെ. പാലസിൻ്റെ ആ വിങ്ങറിനെ ശരിക്കിട്ട് റോസ്റ്റ് ചെയ്തു മാർട്ടിനെല്ലി ശരിക്കും. അത് കാരണം പാലസ് ആ വിങ്ങറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹാഫ് ടൈമിൽ. ഫൈനൽ തേർഡിൽ തീരെ ഷാർപ്നെസ് ഉണ്ടായിരുന്നില്ല. ശരിക്കും ഫസ്റ്റ് ഹാഫിലത്തെ കളി വെച്ചിട്ട് ആർസണലിന് അറ്റ്ലീസ്റ്റ് 3 ഗോൾസിനെ സ്കോർ ചെയ്യേണ്ടതാണ്. ജെയ്സൂസ് ചാൻസസ് മിസ് ചെയ്തു. വൈഡ് ഏരിയാസ് എന്നുള്ള ക്രോസസൊക്കെ സൂപ്പർ ക്രോസ് ആയിരുന്നു മാർട്ടിനെല്ലിയുടെ. പക്ഷേ പാലസിൻ്റെ കീപ്പർ വാൾട്ടർ ബെനിറ്റസ് സൂപ്പറായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് 2-3 സേവൊക്കെ കിട്ടില്ലായിരുന്നു. ജെയ്സൂസിൻ്റെ ഒരു ഹെഡൊക്കെ സേവ് ചെയ്ത് ലോ ഹെഡറായിരുന്നു പോസ്റ്റിൻ്റെ സൈഡിലേക്ക്. അതൊക്കെ സേവ് ചെയ്ത് ഗംഭീരമായിരുന്നു. പക്ഷേ സംഭവം ഫിനിഷിങ് വാസ് ഡയറക്റ്റ് കീപ്പറായിരുന്നു. മധുവയ്ക്ക് കിട്ടിയ ചാൻസ്, മാർട്ടിനിൽ കൊടുത്ത ക്രോസ് എന്ന് കിട്ടിയ ചാൻസ് വളരെ ലെയിം എഫേർട്ടായിരുന്നു. ഒരു തീരെ ശക്തിയില്ലാണ്ട് ഡയറക്റ്റ് കീപ്പർ. മധുവയ്ക്ക് വേറൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ബോൾ കൺട്രോൾ ചെയ്തിട്ട് അടിച്ചത് ഡയറക്റ്റ് കീപ്പർ തന്നെയായിരുന്നു. അതൊക്കെ കുറച്ചുകൂടി സൈഡിലേക്ക് അടിക്കുകയായിരുന്നുണ്ടെങ്കിൽ
ഗംഭീരമായിരുന്നു, ശരിക്കും ഗോളായിരുന്നു. ആഴ്സണൽ നന്നായിട്ട് ഹൈ പ്രസ് ചെയ്തു. പാലസ് പരമാവധി ലോങ് ബോൾസ് നോക്കി, പക്ഷേ ഫസ്റ്റ് ഹാഫിൽ പാലസ് നത്തിങ്, ദേ ഡിഡിൻ ക്രിയേറ്റ് എനിത്തിങ്. അതാണ് ഇതിൽ ആഴ്സണൽ ഫാൻസിനെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് തന്നെയാണ്. ഗെയിം കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഗോളില്ല ആഴ്സണലിന്. സെക്കൻഡ് ഹാഫിലാണ് ആഴ്സണൽ കുറച്ചുകൂടി എന്താ പറയുക പ്രഷർ കൂട്ടി. പക്ഷേ പാലസ് കുറച്ച് ചേഞ്ചസ് വരുത്തി. കാരണം പാലസിന് കുറച്ചുകൂടെ ഒരു ഗെയിമിലൊരു കൺട്രോൾ വന്നു. പക്ഷേ ആർട്ടറ്റ പിന്നീട് കുറച്ച് ചേഞ്ചസ് വരുത്തി. എഗെയിൻ മാർട്ടിനലിലേക്ക് ഒരു എന്താ പറയുക വേറൊരു പ്ലെയറായിട്ട് കൂട്ടിയിടിച്ചിട്ട് പിന്നീട് മാർട്ടിനലിലേക്ക് ആ ഫോമിൽ അങ്ങോട്ട് കളിക്കാൻ പറ്റിയില്ല. ഐ തിങ്ക് ഹി വാസ് ഹാവിങ് സം പെയിൻ ഐ തിങ്ക്. അപ്പോൾ മാർട്ടിനലി മാറ്റി ട്രൊസാർഡിനെ ഇറക്കി, എസേനെ മാറ്റി ഓഡ്ഗാർഡിനെ ഇറക്കി, മധുവിക്കിനെ മാറ്റിയിട്ട് സാക്കിനെ ഇറക്കി. സെക്കൻഡ് ഹാഫിൽ നല്ല പ്രഷറായിരുന്നു. ഫുൾ ബാക്കൊക്കെ നല്ല ഹൈ പൊസിഷൻ ചെയ്ത് വിങ്ങേഴ്സൊക്കെ ഇൻവേർട്ടഡ് റൺസ് ആയിരുന്നു. ലാസ്റ്റിൽ പിന്നെയും ചാൻസ് കിട്ടോ. സെക്കൻഡ് ഹാഫിൽ ആഴ്സണൽ അറൗണ്ട് 4 ബിഗ് ചാൻസസ് ഉണ്ടായിരുന്നു, 4 or 5 ബിഗ് ചാൻസസ് ഉണ്ടായിരുന്നു. പാലസ് കുറച്ച് ലോങ് ഷോട്ട്സ് നോക്കി, വാട്ടറിൻ്റെ ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നത്തിങ് വറിയിങ് ആക്ച്വലി. ഇപ്പോൾ 80ാമത്തെ മിനിറ്റിൽ അത് ഒരു കോർണർ വന്നിട്ടുണ്ട്. ആ കോർണറിന് മുമ്പ് നല്ല അടിപൊളി മൂവ്മെൻ്റ് ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ട്രൊസാർഡ് മെറീനോയ്ക്ക് കൊടുത്ത്, മെറീനോ ജേസൂസിന് കൊടുത്തത് ഗോളി സൂപ്പറായിട്ട് സേവ് ചെയ്തു. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ജേസൂസ് ഇപ്പോഴത്തെ ബാക്ക് പോസ്റ്റ് നോക്കണമായിരുന്നു. ബേസിക്കലി ഫ്രണ്ട് പോസ്റ്റിന് പുള്ളി അടിച്ചത്. എന്തായാലും ആ കോർണർ കിട്ടിയ കോർണറിലൊരു ഒരു സ്ക്രാമ്പിൾ, അതിൽ ഒരു പാലസ് ഡിഫൻഡറിൻ്റെ ഒരു അൺഫോർച്ചുനേറ്റ് ഓൺ ഗോളായിരുന്നു. അതിൽ ഒരു എന്താ പറയുക സ്റ്റേഡിയം മൊത്തം ഒരു റിലീവ്ഡാണ്, ജോബ് ഡൺ എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ടഫ് ഗെയിമാണ്. 95th മിനിറ്റിൽ പാലസിനൊരു സെറ്റ് പീസ് കിട്ടി. ബേസിക്കലി സെറ്റ് പീസ് എന്ന് പറഞ്ഞാൽ സലീബയുടെ എററാണ്. സലീബിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ് പ്ലെയർ അങ്ങനെ ഒരു ഫ്രീക്ക് അവിടെ കൊടുക്കാൻ പാടില്ല. എന്താണെങ്കിലും വാട്ടറിൻ്റെ ക്രോസ് ഉണ്ടായിരുന്നു. അത് ആരാ ഹെഡ് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല. ആരാ ഹെഡ് ചെയ്തിട്ട് മാർഗോയ്ക്ക് കിട്ടി, പുള്ളി കൂളായിട്ട് ഗോളാക്കിയത്. 90 മിനിറ്റ്സ് കൺട്രോൾ ചെയ്ത മാച്ചാണ്. 95th മിനിറ്റിൽ ആ ഗോളാണ് പാലസിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ഇൻ ദ ഗെയിം. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്ക് ഫുട്ബോൾ എത്ര ടഫാണെന്നുള്ളത്. 1-0 എന്നുള്ള സ്കോർ ലൈൻ ഇറ്റ്സ് എ വെരി ടഫ് സ്കോർ ലൈൻ. 90 മിനിറ്റ്സ് കൺട്രോൾ ചെയ്ത മാച്ച്, 1 മിനിറ്റിൻ്റെ 1 മിനിറ്റ് ഇല്ല, 1 സെക്കൻഡിൻ്റെ കോൺസെൻട്രേഷൻ ലോസ്, അതിൽ കംപ്ലീറ്റ് ഗോൺ. ഇത് കോയിൻസിഡൻസ് അല്ല, ആഴ്സണലിൻ്റെ ഇപ്പോൾ റീസെൻറ്റ് ഗെയിംസിലൊക്കെ വരുന്ന റിക്കറിങ് ഇഷ്യൂ ആണ്. അവർ ആ ഒരു ശ്രദ്ധ വരുത്തേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് കളിയിലായിട്ട് ഇത് വരുന്നുണ്ട് അവർക്ക്. ടാക്ടിക്കലി ആഴ്സണൽ കറക്റ്റായിരുന്നു. ഫുട്ബോൾ ടാക്ടിക്ക് ബേസിക്കലി ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ ടാക്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ എന്താ പറയുക, ഡിഫെൻഡിങ് പോരായിരുന്നു. അവർ മിക്സായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോണൽ മാർക്കിങ് ചെയ്യണ്ടായിരുന്നു, ഒരു ഹൈബ്രിഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആ 6 yard ബോക്സിൽ സോണൽ മാർക്കിങ്ങും പിന്നീട് മാൻ ടു മാൻ ആയിരുന്നു. പക്ഷേ അത് മിസ്സായി. അതുമാതിരി ഗെയിം കില്ലിങ് എബിലിറ്റി ആഴ്സണലിന് ഉണ്ടായിരുന്നില്ല. ഒരു സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് ഓവറാണ്. പക്ഷേ ആഴ്സണൽ റൂത്ത്ലെസ് ആയിരുന്നില്ല ഈ മാച്ചിൽ. ബെഞ്ചിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇമ്പാക്റ്റ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. കൺട്രോൾ വരുത്തിയതല്ലാണ്ട് ഫൈനൽ തേർഡിൽ ഇപ്പോൾ സാക്കിക്കോ ഓഡ്ഗാർഡിനോ ട്രൊസാർഡിനോ ഈവൻ ഫൈനൽ തേർഡിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. പാലസിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അവർ ബെസ്റ്റ് ഡിസിപ്ലിനും പേഷ്യൻസും വെച്ച് ഇരുന്നു. ബേസിക്കലി ഇത് കപ്പ് ഫുട്ബോളാണ്, ലീഗ് മാച്ചൊന്നുമല്ല. കപ്പ് ഫുട്ബോളിൽ അൾട്ടിമേറ്റ്ലി റിസൾട്ടാണ് കൗണ്ട് ചെയ്യണത്. ഇപ്പോൾ ആരാണ് എങ്ങനെ കളിച്ചു എന്നൊന്നുമില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി റിസൾട്ട് ആരാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആഴ്സണലിന് ഇസ് എ വിൻ. ഗെയിം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. ഓരോ 1 by 1 ഓരോ ഷോട്ട് ഓരോരുത്തരും ഗോൾ അടിച്ച് കിടിലൻ ഗോൾസ് ആയിരുന്നു കേട്ടോ. മെറീനോൻ്റെ പെനാൽറ്റിയൊക്കെ സൂപ്പറായിരുന്നു. 1 by 1 14 പെനാൽറ്റി സ്കോർ ചെയ്ത് 2 ടീമും 7-7 വെച്ചിട്ട്. ലാസ്റ്റിൽ പാലസിൻ്റെ ഈ ഓൺ ഗോൾ അടിച്ച ഡിഫൻഡറാണ് ലാക്രോ, പുള്ളി അടിച്ചത് കെപ്പ അങ്ങനെ കണ്ടിന്യൂ ഒരു പ്രാവശ്യം മാത്രമേ കെപ്പ ലെഫ്റ്റിലേക്ക് ഡൈവ് ചെയ്തിട്ടുള്ളതുകൊണ്ട്, ബാക്കി എല്ലാം റൈറ്റിലേക്ക് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അൾട്ടിമേറ്റ്ലി ഇറ്റ് വർക്ക്ഡ് ഔട്ട്. ആ ലാസ്റ്റ് ഇങ്ങേറെ ഷോട്ട് റൈറ്റിലേക്കാണ്, കെപ്പയുടെ റൈറ്റിലേക്ക് വന്നാൽ കറക്റ്റ് കെപ്പ സേവ് ചെയ്ത്. ബിഗ് സേവ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ
കെപ്പ ടീമിൽ അങ്ങനെ റയ തന്നെയാണ് കൂടുതൽ കളിക്കേണ്ടായിരുന്നത്. അപ്പോൾ കെപ്പയ്ക്ക് അധികം ചാൻസ് കിട്ടാറില്ല. അപ്പോൾ കെപ്പയ്ക്ക് ഒരു ഗുഡ് മൂമെൻ്റ്, ഒരു ഹൈ മൂമെൻ്റ് ആയിരുന്നു, പാർട്ട് ഓഫ് ദ ടീം എന്നുള്ളൊരു ഫീലിംഗ് കിട്ടാനായിട്ട്. ബിഗ് സെലിബ്രേഷൻ, റിലീഫ്, ഹാപ്പിനെസ് എല്ലാം ഉണ്ടായിരുന്ന മാച്ചിൻ്റെ പറയുമ്പോൾ, ഈ മാച്ച് പറയുമ്പം ആർസണലിൻ്റെ എന്താണ് ഈ മാച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആർസണലിൻ്റെ മെൻറ്റാലിറ്റി ഉണ്ട്. പ്രഷർ മൂവ്മെൻറ്റ്സ് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മേ ബി കഴിഞ്ഞ 3 സീസണിൽ ഉണ്ടായ അനുഭവങ്ങളുടെ ബേസ് ചെയ്തിട്ട് ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ ക്ലിനിക്കൽ എഡ്ജ് മിസ്സിംഗ് ആണ്, കോൺസെൻട്രേഷൻ ലാപ്സ് പോകുന്നുണ്ട്. ദാറ്റ്സ് എ ബിഗ് ഇഷ്യൂ. എനിക്ക് തോന്നിയത് ആർസണലിൻ്റെ ആഫ്റ്റർ സ്കോറിങ്, അതായത് 80th മിനിറ്റിൽ സ്കോർ ചെയ്തതിനു ശേഷം ആർസണൽ കുറച്ചുകൂടി കോഷ്യസ് ആയ മതി തോന്നി എനിക്ക്. അതായത് ഫുൾ ബാക്സ് ഓവർലാപ്പ് ചെയ്യണത് കുറഞ്ഞ് മിഡ്ഫീൽഡ് കുറച്ചുകൂടി ഡീപ്പറായി പോയി, പൊസിഷൻ സ്ലോവറായിപ്പോയി, കളി കുറച്ചുകൂടി സ്ലോ ആയിപ്പോയി. അത് പാലസിന് അത് കുറച്ചുകൂടി എന്താ പറയുക ഒരു മേൽക്കോയ്മ കൊടുത്ത്, അതായത് പാലസിന് സെൻട്രൽ ബാക്സിന് ഫോർവേഡ് ചെയ്യാൻ പറ്റി, സെക്കൻഡ് ബോൾസ് തന്നിട്ട് വിൻ ചെയ്യാൻ പറ്റി, സെറ്റ് ഗെയിം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ നോക്കി. സെറ്റ് ഗെയിംസ് തന്നെയാണ് അവർ നോക്കണത്. ആർസണലിൻ്റെ പൊസിഷണൽ പ്ലേ ഓവറോൾ ഗെയിം സൂപ്പറായിരുന്നു, ബിൽഡപ്പ് സ്ട്രക്ചറൊക്കെ കിടലായിരുന്നു. ഫൈനൽ തേർഡ് മൂവ്മെൻറ്റ് പോരാ. ജേസൂസ് ഉള്ളത് ആർസണലിനെ സംബന്ധിച്ച് വളരെ ഇതായിരുന്നു. കാരണം ജേസൂസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഹീ ബ്രിങ്സ് ആൻ അൺപ്രഡിക്റ്റബിലിറ്റി, അതാണ് ആർസണലിൻ്റെ ഇതിലത്തെ പോസിറ്റീവ്. പിന്നെ മാർട്ടിനെല്ലിക്ക് ഇത് ചെറിയ നോക്കാണ്, പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ. പിന്നെ ആർസണലിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 സീസൺ നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് ആർസണലിന് എല്ലാ കൊല്ലവും ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അത് ഗോൾ സ്കോറിങ് ഒരു വരളിച്ച് ഉണ്ടാവാറുണ്ട്, ഗോൾ അടിക്കണത് കുറവാവാറുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മിച്ചാണെങ്കിൽ 2 സീസൺ മുമ്പ് ആർസണലിൽ ഇതുമാതിരി തീരെ ഗോളൊന്നും സ്കോർ ചെയ്യാണ്ട് ദുബായിൽ ഒരു ട്രെയിനിങ് ക്യാമ്പിന് പോയിട്ട് പിന്നെ വന്നിട്ട് ആർസണലിനെ തകർത്ത് ഗോളിക്കായിരുന്നു. 3-4 ഗോളുകൾ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ കളിയിലും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ആഫ്റ്റർ ക്രിസ്മസ് ദേ വിൽ ഫൈൻഡ് ദ സ്കോറിംഗ് ബോട്ട്സ്. അതാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് കളിക്കുന്നു വിചാരിക്കണം. അപ്പോൾ അടുത്ത ആഴ്ച ബ്രൈറ്റൺ ആയിട്ടാണ് കളി. അപ്പോൾ നമുക്ക് കാണാം. ഈ കരബാവ കപ്പിൽ നമുക്ക് സെമി വരുന്നത് ചെൽസി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റായിട്ട് വരാം.